മുഅ്മിനീങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യം അത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ അടയാളമാണ്. മഹാന്മാര് പറഞ്ഞോ, അള്ളാഹു പറഞ്ഞോ, അള്ളാന്റെ റസൂല് പറഞ്ഞോ, അത് എന്റെ ബുദ്ധിയിലും എന്റെ കണ്ണിലും പെട്ടില്ലെങ്കിലും ഞാനത് അംഗീകരിക്കുമെന്ന് പറയുന്ന ആ മഹത്തായ സത്യസന്ധമായി കിട്ടിയതിനെ ഒക്കെ അംഗീകരിക്കുന്ന ആ പാരമ്പര്യം, അതുകൊണ്ട് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിനെ കൈമാറി കേടില്ലാതെ യാതൊരു കലർപ്പുമില്ലാതെ ഉമ്മത്തിലേക്ക് നമുക്ക് പകർന്നു തന്ന മഹത്തായ ഈ പ്രസ്ഥാനത്തോട് നാം കടപ്പെട്ടിരിക്കുന്നു. അതിന്റെ അന്തസ് ഇവിടെ നിലനിർത്തൽ, അതിന്റെ പതാക ഇവിടെ ഉയർത്തിപ്പിടിക്കൽ ഓരോ മുസ്ലിമിന്റെയും ഈമാനികവും ധാർമ്മികവുമായ ബാധ്യതയാണെന്ന് ഉൾക്കൊണ്ടത് കൊണ്ടാണ് സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ മുന്നോടിയായി നടന്ന മഹാനായ സയ്യിദുൽ ഉലമയുടെ യാത്ര ചരിത്രം കണ്ട ഏറ്റവും മഹത്വവും ഏറ്റവും മനോഹരവും ഏറ്റവും സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയതുമായ യാത്രയായത്. ഇൻഷാ അല്ലാഹ് ആ സമ്മേളനങ്ങളുടെ സമ്മേളനമായ ആ ഓരോ ഇടങ്ങളിലും 10-17 ഇടങ്ങളിൽ വലിയ സമ്മേളനങ്ങൾ നടത്തി നാം നടത്തിയ യാത്രയുടെ ആ സമ്മേളനങ്ങളുടെ ഒക്കെ സമ്മേളനം ഇൻഷാ അല്ലാഹ് അടുത്ത 8-ാം തീയതി കുനിയയിൽ നടക്കുമ്പോൾ ലക്ഷക്കണക്കായ ആളുകൾ പങ്കെടുക്കുന്ന, ആദ്യം യാസീൻ ഓതി ദുആ ചെയ്തു തുടങ്ങുന്ന ആ മഹത്തായ സദസ്സ്, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ ഒക്കെ ഒരുമിച്ച് കൂടുന്ന ആ മഹത്തായ സദസ്സ്, അതിലെ ഒരാമീൻ അത് ജീവിതത്തിലെ അനർഘ നിമിഷമാണ്. ജീവിതത്തിൽ എല്ലാവർക്കും കിട്ടുന്ന നിമിഷമല്ലാതെ ആ ഭാഗ്യത്തിന് എല്ലാവരും തയ്യാറാവുകയും അതോടൊപ്പം അവിടെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. സമൂഹത്തിന് 10,000 ദാഇകളെ, സർവസജ്ജരായ ദാഇകളെ സമർപ്പിക്കുകയാണ്. അവിടെ നിന്നങ്ങോട്ട് പല സംഗതികളും ഞാനിപ്പോൾ പറയുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നാവിലൂടെ അടുത്ത നൂറ്റാണ്ടിനുള്ള പല പദ്ധതികളും കൃത്യമായി അവതരിപ്പിക്കപ്പെടുന്ന ആ മഹത്തായ സമ്മേളനത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ നാട്ടുകാരും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ മക്കളുമൊക്കെ അവരൊക്കെ അടുത്ത തലമുറയെ ഈ സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്കൊക്കെ അത് ഉണ്ടായത് ചെറുപ്പത്തിൽ നമ്മുടെ പിതാക്കളുടെ കൈപിടിച്ച് ഇത്തരത്തിലുള്ള സമ്മേളനത്തിൽ പോയി ആവേശം കൊണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ സഹിതം അവിടെ വന്നുകൊണ്ട് അതിൽ ഭാഗവാക്കാവാൻ നിങ്ങളെയൊക്കെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.